വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൈപ്പക്കായ അടിപൊളി കറിയായിട്ടാണ്. അപ്പം ഇത് ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തതാണ് ഈ കൈപ്പക്കായ എന്ന് പറയുന്നത്. പക്ഷേ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കൈപ്പക്കായ ചെറുതാക്കി നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പക്കായുടെ ഉപ്പ് കുറേയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതാ നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വെള്ളത്തിൽ നന്നായി അലന്നിരിക്കട്ടെ. അതിനുശേഷം നമുക്കിതിന് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈപ്പക്കായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സബോളയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള നന്നായി വഴന്നു വന്നപ്പം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വഴന്നു വന്നപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കൈപ്പക്കായ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ചാറിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് കൈപ്പക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം.
അങ്ങനെ കയ്പക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ തേങ്ങ ചിരകിയതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരിപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് മൊത്തം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ജാറ് ഒന്ന് കഴുകിയിട്ട് അതും കൂടി അതിലത്തെ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. കയ്പക്കായ ഇഷ്ടമല്ലെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.